നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിശ്വാസം നേടി. സിപിഎമ്മിന്റെ അവിശ്വാസ പ്രമേയത്തിന് പരാജയം. ബിജെപി വോട്ടുകൾ അസാധുവാക്കി. തലക്ക് മുകളിൽ അപകടം. കാഞ്ഞങ്ങാട് നഗരത്തിൽ ബസ് കാത്തിരിക്കുന്നത് ജീവൻ പണയം വെച്ച്. മഞ്ചേശ്വരത്തെ കൊരക കോളനിയിൽ കുടുംബങ്ങൾ കുടിയൊഴിയുന്നു. അധികൃതരുടെ അനാസ്ഥയെന്ന് പരാതി. ഇലക്ഷൻ ID കാർഡ് പുതുക്കൽ ചെലവേറുമെന്ന് അക്ഷയ കേന്ദ്രം ഉടമകൾ. ഇലക്ഷൻ കമ്മീഷൻ നീതി പാലിക്കണമെന്നും നേതാക്കൾ. ലോക മലമ്പനി ദിനാചരണം വിവിധ പരിപാടികളോടെ ആചരിച്ചു. മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി. KG മാരാറിന്റെ ഓർമ്മ പുതുക്കി BJP പ്രവർത്തകർ. KG മാരാർ അനുസ്മരണം കാഞ്ഞങ്ങാട്ട് നടന്നു. സംഗീതത്തിലലിഞ്ഞ് നവോദയ വിദ്യാലയം. സൗജന്യ അർദ്ധ കർണാട്ടിക് സംഗീത ശില്പശാലയ്ക്ക് സമാപനം. വാർത്തകൾ വിശദമായി. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. BJP വോട്ടുകൾ അസാധുവാക്കി. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഏകാധിപത്യപരമായി പെരുമാറുന്നു എന്നാരോപിച്ചാണ് CPM അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. 23 ഭരണസമിതിയിൽ UDF-ന് 11ഉം LDF 9ഉം BJP 3ഉമാണ് ഉണ്ടായിരുന്നത്. അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് 8 പേർ വോട്ട് ചെയ്തപ്പോൾ 4 വോട്ടുകൾ അസാധുവായി. ഇതിൽ BJP-യുടെ 3 വോട്ടും CPIM-ന്റെ 1 വോട്ടും ഉൾപ്പെടും. 12ാം വാർഡംഗം പത്മിനിയുടെ വോട്ടാണ് അസാധുവായത്. സ്വന്തം പാളയത്തിലെ വോട്ട് അസാധുവായത് CPIM-ന് തിരിച്ചടിയായി. വികസനത്തിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെടാനിടയാക്കിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ ടീച്ചർ പറഞ്ഞു. അജാനൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ 4 വർഷം കൊണ്ടുണ്ടായ വികസനവും ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്ന രീതിയിലുള്ള ഞങ്ങളുടെ പ്രവർത്തനവും അതിനു മുമ്പത്തെ 15 വർഷം ഈ പഞ്ചായത്ത് അടക്കി ഭരിച്ചിരുന്ന CPM-ന് ഒരു ആഘാതമേൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഞങ്ങളിവിടെ നടപ്പിലാക്കിയത്. പഞ്ചായത്തിൻ്റെ 23 വാർഡുകളെയും ഒരേ യൂണിറ്റായി കണ്ടുകൊണ്ട് പഞ്ചായത്തിൽ നടപ്പിലാവാതിരുന്ന അതല്ലാതെ കഴിഞ്ഞ കാലയളവിൽ ഫണ്ട് തീർക്കാൻ വേണ്ടി വെറുതെ കെട്ടിയിട്ട് ഉപകാരമില്ലാണ്ടാക്കിയ പല പദ്ധതികളും പുനരുജ്ജീവിപ്പിക്കുകയും അതുപോലെ തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജനപ്രിയ പഞ്ചായത്തായിട്ട് ഇത് മാറിയപ്പോൾ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടും എന്നുള്ള CPM-ന്റെ ആശങ്കയാണ് ഇത്തരമൊരു അവിശ്വാസ പ്രമേയത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. തുടക്കം മുതൽ തന്നെ പാളിച്ചകളുടെ കൂമ്പാരമായിരുന്നു. അവിശ്വാസം എവിടെ നൽകണമെന്നോ എങ്ങനെ വോട്ട് ചെയ്യണോ എന്നോ അറിയാത്തൊരവസ്ഥ. കാരണം വികസനത്തിൻ്റെ കാര്യം ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്, ജനങ്ങളുടെ മനസ്സ് ഭരണസമിതിയോടൊപ്പം ഉള്ളതുകൊണ്ട് തന്നെയാണ് വോട്ടുകളുടെ എണ്ണം പ്രതീക്ഷിക്കാത്ത വോട്ടുകൾ. കാരണം സാധാരണ എതിർത്ത് 9 വോട്ടുകൾ UDF പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായി പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് 8ആയി ചുരുങ്ങി എന്നുള്ളത് ജനമനസ്സുകളുടെ ഒരു അനുഗ്രഹമായി ഈ ഭരണസമിതി കാണുകയാണ്. തുടർന്നും അത് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അതേസമയം അജാനൂർ പഞ്ചായത്ത് വിഭജനത്തെ ചൊല്ലിയുള്ള പരാതികളാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ വിശ്വാസം കൊണ്ടുവരാൻ CPM-നെ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകം. പഞ്ചായത്ത് വിഭജനത്തിനെതിരെ BJP രംഗത്ത് വന്നിരുന്നു. ഇതും അവിശ്വാസം കൊണ്ടുവരാൻ CPM-ന് പ്രചോദനമായി. എന്നാൽ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പ്രസിഡന്റിനെതിരെ സംസാരിച്ച BJP അംഗങ്ങൾ വോട്ടുകൾ അസാധുവാക്കിയത് അവർക്ക് തിരിച്ചടിയായി. അവിശ്വാസ പ്രമേയത്തിലൂടെ UDF-ന്റെ തെറ്റായ സമീപനം തുറന്നുകാട്ടാനാണ് തങ്ങൾ ശ്രമിച്ചതെന്ന് വാർഡംഗം P കാര്യമ്പ് പറഞ്ഞു. പത്മിനിയുടെ വോട്ട് അസാധുവായ സാഹചര്യം പാർട്ടി പരിശോധിക്കും. വോട്ട് അസാധുവാക്കിയതിലൂടെ BJP ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണെന്നും കാര്യമ്പ് കുറ്റപ്പെടുത്തി. അങ്ങനെയുള്ള സമീപനങ്ങളൊക്കെ തന്നെ സ്വീകരിക്കുന്ന പ്രസിഡന്റിൻ്റെ സമീപനം തുറന്നു കാണിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിൽ തുറന്നു കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ നാട്ടിൽ നടക്കുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പ്രസിഡന്റ് വലിയ രീതിയിലൊക്കെ തന്നെ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രസിഡന്റ് ഏകപക്ഷീയമായിട്ട് ഏകാധിപതിയെ പോലെയാണ് പല രീതിയിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നത്. ആ സമീപനത്തിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഈ അവിശ്വാസ പ്രമേയം കൊടുത്തത്. അല്ലാതെ ഈ 4-5 മാസം കൊണ്ട് ഒരു ഭരണമാറ്റം ഉണ്ടാക്കാമെന്നുള്ള യാതൊരു ശ്രമവും ഞങ്ങൾ നടത്തിയിട്ടില്ല. അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതിനെ തുടർന്ന് UDF നേതാക്കൾ പരസ്പരം ആശ്രയിച്ചും അഭിവാദ്യമർപ്പിച്ചും ആഹ്ലാദം പങ്കിടുകയുണ്ടായി. തുടർന്ന് ആഹ്ലാദ പ്രകടനം നടത്തി. ആഹ്ലാദ പ്രകടനത്തിന് ശേഷം വെള്ളിക്കോത്ത് സ്കൂൾ പരിസരത്ത് ചേർന്ന യോഗത്തിൽ 14 അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ ടീച്ചർ, PV സുരേഷ്, P ബാലകൃഷ്ണൻ, ബഷീർ വെള്ളിക്കോത്ത്, NV അരവിന്ദാക്ഷൻ നായർ, B കമ്മാരൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഇരു മുന്നണികൾക്കും ആശങ്കകളുടെ മണിക്കൂറുകൾ സമ്മാനിച്ചുകൊണ്ടാണ് അവിശ്വാസ പ്രമേയത്തിന്റെ വോട്ടെടുപ്പും ചർച്ചയും നടന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് മാറ്റങ്ങളും വരും ദിനങ്ങൾ ചർച്ച ചെയ്യാനിരിക്കുന്നതേയുള്ളൂ. ക്യാമറമാൻ ദിനേശിനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. അടച്ചിട്ട മുറിയിൽ അവിശ്വാസ പ്രമേയം, മാധ്യമപ്രവർത്തകർക്ക് പ്രതിഷേധം. ആജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി നസീമ ടീച്ചർക്കെതിരെ CPIM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ ചർച്ച നടന്നത് അടച്ചിട്ട മുറിയിൽ. പഞ്ചായത്തിലെ കോൺഫറൻസ് ഹാളിൽ വരണാധികാരിയുടെ സാന്നിധ്യത്തിൽ ജനലുകളും വാതിലുകളും അടച്ചിട്ടായിരുന്നു അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്തത്. ജനം ഉറ്റുനോക്കിയ അവിശ്വാസ പ്രമേയം റിപ്പോർട്ട് ചെയ്യാനെത്തിയ ദൃശ്യമാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ ഹാളിൽ പ്രവേശിപ്പിച്ചില്ല. പലരും പ്രതിഷേധമറിയിച്ച് തിരിച്ചുപോവുകയാണ് ഉണ്ടായത്. ഹൊസ്ദുർഗ് SI ബിജുലാലിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം പഞ്ചായത്ത് കാര്യാലയത്തിന് മുമ്പിൽ നിലയുറപ്പിച്ചിരുന്നു. അതേസമയം തന്റെ വിവേചനാധികാരം ഉപയോഗിച്ചാണ് അവിശ്വാസ പ്രമേയ ചർച്ച അടച്ചിട്ട ഹാളിൽ നടത്തിയെന്ന് വരണാധികാരി പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഉൾപ്പെടെ അവിശ്വാസ പ്രമേയ ചർച്ചകൾ നടക്കുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം നൽകാറുണ്ടായിരുന്നു. ജനാധിപത്യ പ്രക്രിയകൾ നിഗൂഢമാക്കുന്നത് പുതിയ കീഴ്വഴക്കങ്ങൾക്കാണ് തുടക്കമിടുന്നത്. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരുടെ ബസ് കാത്തിരിപ്പ് ജീവൻ പണയം വെച്ച്. ഏതു സമയത്തും അടർന്നു വീഴാവുന്ന സ്ലാബുകൾ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. അപകടം പതിയിരിക്കുന്ന കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് കെട്ടിടം വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താത്തത് കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത്. നിർമ്മാണത്തിലെ അപാകതയും യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. നൂറുകണക്കിന് യാത്രക്കാരാണ് നിത്യേന ഇവിടെ എത്തിച്ചേരുന്നത്. തലക്കുമുകളിൽ അപകടം പതിയിരിക്കുമ്പോൾ ജീവൻ പണയം വെച്ച് ബസ് കാത്തിരിക്കേണ്ട ഗതികേടിലാണ് യാത്രികർ. അടർന്നു വീണ സ്ലാബുകൾക്കടിയിലെ കമ്പികൾ ദ്രവിച്ച നിലയിലുമാണ്. എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. കുറച്ച് രാവിലെ വീണതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഈ സമയത്ത് വീണെങ്കിൽ എത്രയോ ആൾക്ക് പരിക്കും. ചില സമയത്ത് മരണം. അതുപോലത്തെ ഒരു വെയിറ്റുള്ള സാധനമാണ് സിമെൻ്റ് അടർന്ന് വീണത്. ഒന്നാമത് ഇത് നിർമ്മിക്കുന്ന സമയത്തുള്ള പാകപ്പഴാന്ന് തോന്നുന്നത്. സിമെൻറ്റ് കൂട്ടാതെ ചില അത്ര 30 വർഷത്തോളം ആയുള്ളൂ ഈ ബിൽഡിംഗ് കെട്ടിയിട്ട്. ഏകദേശം 30 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഒരു വർഷം അതിന് 2-3 പ്രാവശ്യം വീണ് കഴിഞ്ഞു. മഴക്കാലമാവുന്നതോടെ അപകട സാധ്യതയും ഏറെയാണ്. നേരത്തെ സ്ലാബുകൾ അടർന്നു വീണ് നിരവധി പേർക്ക് പരിക്കേറ്റതായി ഇവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപകടങ്ങൾ തുടർക്കഥയാവുമ്പോഴും നഗരസഭ നടപടിയെടുക്കാതെ മൗനം പാലിക്കുന്നത് കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത്. സ്ലാബ് വീണ് അപകടം പതിവാകുന്ന ഇവിടെ അറ്റകുറ്റപ്പണികൾ നടത്തി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ നഗരസഭ അധികൃതർ മുന്നോട്ട് വരാത്തതിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ക്യാമറമാൻ വിമൽ കുമാറിനോടൊപ്പം റൈഫ AK, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അധികൃതരുടെ അനാസ്ഥ മഞ്ചേശ്വരം ബൊട്ടോടി കൊറക കോളനിയും ഇല്ലാതാകുന്നു. കോളനിയിലെ 20 കുടുംബങ്ങളിൽ നിന്നും 10ഓളം കുടുംബങ്ങളും പടിയിറങ്ങി. എന്നും സമൂഹത്തിന്റെയും അധികാരികളുടെയും അവഗണന മാത്രം ഏറ്റുവാങ്ങേണ്ടി വന്ന ജനവിഭാഗമാണ് കൊറകർ. വംശനാശ ഭീഷണി നേരിടുന്ന കൊറക വിഭാഗത്തെ സംരക്ഷിക്കുവാൻ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇതുവരെയായും നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് മഞ്ചേശ്വരത്തെ ബൊഡ്ഡോടി കോളനിയിൽ നിന്നും കൊറക വിഭാഗം പടിയിറങ്ങുന്നത്. കുടിക്കുവാനും പ്രാഥമികാവശ്യങ്ങൾ നിർവഹിക്കുവാനും വെള്ളമില്ലാത്തതിനെ തുടർന്ന് തീരാ ദുരിതം പേറിയാണ് കോളനി നിവാസികൾ ഇവിടെ ജീവിക്കുന്നത്. വാസസ്ഥലത്തേക്ക് എത്തിപ്പെടുവാൻ റോഡില്ലാത്തത് മൂലം കിലോമീറ്ററുകളോളം നടക്കേണ്ട ദുരവസ്ഥയും കോളനിയിലുള്ളവരെ വലയിക്കുന്നു. ഇതേ തുടർന്നാണ് കോളനിയിൽ നിന്നും പടിയിറങ്ങുവാൻ കൊറക വിഭാഗം നിർബന്ധിതരാവുന്നത്. പൂർവികർ താമസിച്ചിരുന്ന തങ്ങളുടെ വാസസ്ഥലത്ത് നിന്നും വേദനയോടെയാണ് കോളനിവാസികൾ പടിയിറങ്ങുവാൻ തയ്യാറാവുന്നത്. 10 വർഷം മുൻപ് 20 കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഈ കോളനിയിൽ നിന്നും പല കുടുംബങ്ങളും പടിയിറങ്ങിപ്പോയതോടെ നിലവിൽ 10-ൽ താഴെ കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ താമസിക്കുന്നത്. കോളനിയിൽ താമസിച്ചിരുന്ന മിക്കവരും മറ്റിടങ്ങളിലേക്ക് താമസം മാറുകയോ കർണാടകയിലേക്ക് കുടിയേറി പാർക്കുകയോ ആണ് ചെയ്യുന്നത്. കോളനിയിലുള്ള കൊറകരുടെ നിരക്ഷരതയെ മുതലെടുത്ത് പലരും ഈ വിഭാഗത്തെ ചൂഷണം ചെയ്യുന്നതും പതിവാണ്. കോളനിയിലെ ഒരംഗമായ മാധവനും കുടുംബവും കുഞ്ചത്തൂരിലേക്കാണ് താമസം മാറിയത്. ബാങ്കിൽ നിന്നും 1.30 ഏക്കർ ഭൂമി പണയം വെച്ച് എടുത്ത 4000 രൂപ പലിശയടക്കം 7000 ആയതിനാൽ ജില്ലാ സഹകരണ ബാങ്കാണ് ജപ്തി ചെയ്ത് മാധവനെയും കുടുംബത്തെയും കുടിയിറക്കിയത്. കോളനിയിലെ മറ്റൊരു താമസക്കാരനായ അങ്കാരെ തൻ്റെ 3 ഏക്കർ ഭൂമി വിറ്റത് വെറും 2 ലക്ഷം രൂപയ്ക്കായിരുന്നു. ഇങ്ങനെ കോളനിയിലെ ഓരോരുത്തരും പലവിധ ചൂഷണങ്ങൾക്കും തട്ടിപ്പിനും ഇരയായവർ കൂടിയാണ്. കോളനി നിവാസികൾക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിലും ഇത് ഇടനിലക്കാരും പ്രൊമോട്ടർമാരും തട്ടിയെടുക്കുന്നതായും പരാതിയുണ്ട്. ബൊഡ്ഡോടി കോളനിക്ക് പുറമെ ജില്ലയിലെ മിക്ക പട്ടികവർഗ കോളനികളിലും സമാന രീതിയിൽ കൊറക വിഭാഗം കുടിയിറക്ക് ഭീഷണി നേരിടുകയാണ്.
എന്നാൽ സർക്കാർ ഈ വിഷയം ഗൗരവമായി കാണുവാനോ കൊറഗ വിഭാഗത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നടപടി സ്വീകരിക്കുവാനോ ഇനിയും തയ്യാറായിട്ടില്ല. എന്നും അവഗണന മാത്രം നേരിട്ട് തീരാ ദുരിതം പേറുന്ന കൊറഗ വിഭാഗത്തെ സംരക്ഷിക്കുവാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഈ വിഭാഗത്തിന് വംശനാശം സംഭവിക്കുന്ന കാലം വിദൂരമല്ല. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ലോക മലമ്പനി ദിനാചരണം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. മഴക്കാല രോഗ പ്രതിരോധ ശുചിത്വ കർമ്മ പരിപാടിക്ക് തുടക്കമായി. ലോക മലമ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി മഴക്കാല രോഗ പ്രതിരോധ ശുചിത്വ കർമ്മ പരിപാടിയുടെ 2ാം ഘട്ടം തുടങ്ങി. നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി കർമ്മ പരിപാടി വിശദീകരിച്ചു. ഇ ചന്ദ്രശേഖരൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് ഇതിനുള്ള സാധ്യതയൊന്നുമില്ല എന്ന് ഞാൻ പറയുകയല്ല. കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുവാനാവശ്യമായ സംവിധാനങ്ങളൊന്നുമില്ലാതെ പോയാൽ ഏത് പ്രദേശത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ മലമ്പനി കൂടുതൽ പിടിപെടുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തേക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ, അല്ലെങ്കിൽ ആരോരും അറിയാതെ, ഒരു നിയന്ത്രണവുമില്ലാതെ, ആരുടെയും നിയന്ത്രണത്തിന് നിൽക്കാതെ കടന്നു വരുന്നു എന്നൊരു പ്രത്യേകത നമുക്കെല്ലാം അറിയാം. അതായത് ഇപ്പം തടയാനും നോക്കില്ല. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാവശ്യാർത്ഥം ഇവിടത്തേക്ക് ആരും കടന്നു വരണ്ട എന്ന് തീരുമാനിച്ചാൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ ആരും പണിയെടുക്കുന്നില്ല. ആരോഗ്യ സന്ദേശയാത്ര അവലോകനവും നടന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ദിവ്യ അധ്യക്ഷയായി. ഹെൽത്ത് ഇൻസ്പെക്ടർ SR സന്തോഷ്, റവന്യൂ ഡിവിഷണൽ ഓഫീസർ N ദേവിദാസ്, ഡെപ്യൂട്ടി DMO E മോഹനൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AP ദിനേശ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇലക്ഷൻ ID കാർഡ് പുതുക്കൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആക്കണമെന്ന് അസോസിയേഷൻ ഓഫ് IT എംപ്ലോയീസ് യൂണിയൻ ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് അധിക ബാധ്യത വരുത്തുന്ന നടപടിയിൽ നിന്നും ഇലക്ഷൻ കമ്മീഷൻ പിന്മാറണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ID കാർഡ് പുതുക്കലിൽ നിന്നും അക്ഷയ കേന്ദ്രങ്ങളെ ഒഴിവാക്കി BLOമാരെ നിയമിച്ച നടപടി പ്രതിഷേധാർഹമാണെന്ന് അസോസിയേഷൻ ഓഫ് IT എംപ്ലോയീസ് യൂണിയൻ നേതാക്കൾ പറഞ്ഞു. വളരെ ലളിതമായി ചെയ്യാവുന്ന പ്രക്രിയ BLOമാർ ചെലവേറിയതാക്കുന്നതായും നേതാക്കൾ ആരോപിച്ചു. ആദ്യഘട്ടത്തിൽ ജനങ്ങൾക്ക് സൗജന്യമായി ഞങ്ങൾ സേവനം കൊടുത്തു. അതിന് 22 രൂപ സർക്കാർ ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾക്ക് നൽകേണ്ടായി. 22 രൂപ ഇലക്ഷൻ കമ്മീഷൻ നൽകേണ്ടായി. അത് ഒരു ഘട്ടത്തിലെത്തുന്ന സമയത്ത് അതിൻ്റെ തുക വർഷങ്ങൾക്ക് ശേഷം, അവിടുന്ന് 2 വർഷം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തുക 22-ൽ നിന്ന് 25ആയി വർദ്ധിപ്പിക്കുകയും അത് പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളായിട്ടുമാണ് കഴിഞ്ഞ ഇത്രയും കാലമായി അക്ഷയ കേന്ദ്രങ്ങളിൽ മുമ്പോട്ട് വന്നത്. പക്ഷേ ഈ ആധാർ ലിങ്ക് ചെയ്യുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതുതായി വന്ന ഈ കഴിഞ്ഞ 1 മാസത്തിന് മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ പരസ്യം ചെയ്ത് പറഞ്ഞത് ഏകപക്ഷീയമായി ഒരു കൂലി തീരുമാനിക്കാനുണ്ടായത്. ഞങ്ങൾ വർഷങ്ങളായി 4-5 വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച ഒരു റേറ്റ് 25 രൂപ സർക്കാർ തന്നെ തീരുമാനിച്ച റേറ്റാണ്. അക്ഷയ കേന്ദ്രങ്ങളെ ഏൽപ്പിച്ചാൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാനാവുമെന്നും നേതാക്കൾ പറഞ്ഞു. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ ജില്ലാ സെക്രട്ടറി CK വിജയൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി രഞ്ജിത്ത്, ജില്ലാ കമ്മിറ്റി അംഗം VK വിനയൻ എന്നിവർ സംബന്ധിച്ചു. നവോദയ വിദ്യാലയം സംഗീതമയമായി. സൗജന്യ അർദ്ധ കർണാടിക് സംഗീത ഭജൻ ശില്പശാലയ്ക്ക് സമാപനം. പെരിയ ജവഹർ നവോദയ വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ അർദ്ധ കർണാട്ടിക് സംഗീത് ഭജൻ ശില്പശാല സമാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സംഗീത വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് ശ്രീനിവാസന്റെ നേതൃത്വത്തിലാണ് ശില്പശാല നടന്നത്. 5 ദിവസങ്ങളിലെ നടന്ന സംഗീത ഭജൻ ശില്പശാലയിൽ പങ്കെടുക്കാൻ 55 സംഗീത വിദ്യാർത്ഥികൾ എത്തിയിരുന്നു. അന്ധവിദ്യാർത്ഥികളും സംഗീത ശില്പശാലയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. സമാപന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മകൾ വലിയ ശ്രദ്ധ നേടുകയും നമ്മുടെ മനസ്സിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന സങ്കടങ്ങൾ, ഇന്നലെ വരെ ഉണ്ടായിരുന്ന വേദനകൾ, ആ വേദനകളും അതുപോലെ തന്നെ നമ്മുടെ സുഖങ്ങളും എല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതം പൂർണ്ണമാകുന്നത്.
നമ്മളെല്ലാവരും കണ്ടെത്തുന്നത് മനുഷ്യജീവിതം എന്ന് പറയുന്നത് സുഖം തേടിയുള്ള കൃഷ്ണ തേടിയുള്ള ഒരു യാത്ര മാത്രമാണെന്നാണ്. പക്ഷേ എവിടെയെങ്കിലും കണ്ണീരിൻ്റെ ഒരു നനവില്ലെങ്കിൽ, എവിടെയെങ്കിലും നമുക്ക് ദുഃഖത്തിൻ്റെ സങ്കടങ്ങളുടെ ചെറിയ ഒരു വേലിയേറ്റം ഇല്ലെങ്കിൽ ജീവിതത്തിന് ഒരു അർത്ഥവും ഉണ്ടാവില്ല. ആ ഒരു ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്കിൽ നമുക്ക് ഏറ്റവും നല്ല വഴിയായി ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്ന മാതൃക എന്ന് പറയുന്നത് സംഗീതത്തിൻ്റെത് തന്നെയാണ്. അവിടെയാണ് സ്നേഹമുള്ളത്, അവിടെയാണ് പരസ്പര വിശ്വാസമുള്ളത്. നവോദയ പ്രിൻസിപ്പൽ KM വിജയകൃഷ്ണൻ അധ്യക്ഷനായി. പ്രോഗ്രാം കോർഡിനേറ്റർ മിനി സോമൻ സ്വാഗതവും ഗോപകുമാർ നന്ദിയും പറഞ്ഞു. ശില്പശാലയിൽ ലഭിച്ച അറിവുകളുമായി കുട്ടികൾ 9 ഭജനുകൾ പക്കമേളത്തിന്റെ അകമ്പടിയോടെ വേദിയിൽ അവതരിപ്പിച്ചു. BJP നേതാവ് KG മാരാറിന്റെ അനുസ്മരണ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട് അനുസ്മരണ യോഗം നടന്നു. BJPയുടെ സമുന്നതനായ നേതാവ് KG മാരാറുടെ ചരമദിനം വിവിധ പരിപാടികളോടെ കാഞ്ഞങ്ങാട് ആചരിച്ചു. BJP ദേശീയ സമിതി അംഗം മടിക്കെ കമ്മാരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 1995 ഈ ദിവസമാണ് അദ്ദേഹം നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയി. KG മാരാർ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, നേരിട്ട് പരിചയമില്ല, ഇല്ലാത്ത ആളുകൾക്കും അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം കേൾവിയുണ്ടാവും. കലപ്പാടി മുതൽ പാറശാല കളിയിക്കാവള വരെയുള്ള വിസ്തൃതമായ കേരളത്തിൻ്റെ എല്ലാ മേഖലകളും ഒരു കാലഘട്ടത്തിൽ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ദേശീയ പ്രസ്ഥാനങ്ങളെ, സംഘപരിവാര പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അഹോരാത്ര പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളതാണ്. E. കൃഷ്ണൻ അധ്യക്ഷനായി. കൊവ്വൽ ദാമോദരൻ, SK കുട്ടൻ, ശങ്കരൻ വാഴക്കോട്, സുകുമാരൻ കാലിക്കടവ്, V. കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. വീട്ടമ്മമാർക്കുള്ള മുട്ടക്കോഴി വളർത്തൽ പദ്ധതിയുടെ വിതരണോദ്ഘാടനം നടന്നു. SNDP യോഗം ഹോസുർഗ് യൂണിയൻ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹോസ്ദുർഗ് SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ വീട്ടമ്മമാർക്ക് മുട്ടക്കോഴി വളർത്തൽ പദ്ധതി വിതരണോദ്ഘാടനം കൊവ്വൽ സ്റ്റോർ പരിസരത്ത് വെച്ച് നടന്നു. യൂണിയൻ പ്രസിഡന്റ് K. കുമാരൻ അധ്യക്ഷനായി. SNDP യോഗം ദേവസ്വം സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സ്ഥലങ്ങളിൽ നമുക്ക് ഏറെ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുന്നു. തൊട്ടടുത്ത തളിപ്പുറമായിക്കൊള്ളട്ടെ ഗംഭീരമായിട്ട് കാര്യങ്ങൾ നടത്തി പോവുകയാണ്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ നടത്തുമ്പോഴും നമ്മുടെ ആളുകൾ ഇതോടൊരു താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒന്ന് മുന്നിട്ടിറങ്ങുന്ന ഒരു കാര്യം ഇതിനുണ്ടാവണം. അവസാനത്തെ നമ്മുടെ നേതൃത്വ ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം കൃത്യമായി അന്ന് നമ്മൾ ഉദ്ദേശിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ ഈ പരിപാടി ഗംഭീരമായി ഇവിടെ നടപ്പിലാക്കിയ ഇതിൻ്റെ യൂണിയൻ്റെ സെക്രട്ടറി, പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ വനിതാ സംഘത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി. യോഗത്തിൽ കെപ്കോ കോർഡിനേറ്റർ PR ശ്രീകുമാർ പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ PV വേണുഗോപാലൻ, P. ദാമോദര പണിക്കർ, C. നാരായണൻ, A. തമ്പാൻ, OK സതി, ശാന്താകൃഷ്ണൻ, MV ഭരതൻ, ബാബു വെള്ളിക്കോത്ത്, P. നാരായണി എന്നിവർ സംസാരിച്ചു. നാടൻ പശു സംരക്ഷണ പ്രവർത്തകരുടെയും ജൈവ കർഷകരുടെയും ദേശീയ സമ്മേളനമായ കപില ഫെസ്റ്റ് നീലേശ്വരത്ത് തുടങ്ങി. ഗാനഗന്ധർവൻ KG യേശുദാസ് സ്കൈപ്പ് സംവിധാനം വഴി ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരത്തിന് പുതിയ അനുഭവമായിരുന്നു അത്. നൂതന വിനിമയ സംവിധാനമായ സ്കൈപ്പ് വഴി ഒരു ഉദ്ഘാടനം. കപില ഫെസ്റ്റിന് ആശംസ. നേരിട്ടെത്താൻ സാധിക്കാത്തതിലുള്ള പ്രയാസം അറിയിക്കലും പരിമിതമായ വാക്കുകളിൽ ഗാനഗന്ധർവൻ ഉദ്ഘാടന പ്രസംഗം ഉപസംഹരിച്ചു. അമേരിക്കയിലെ പ്രമുഖ ക്യാൻസർ ഗവേഷകൻ ഡോക്ടർ പ്രദീപ് പള്ളിയലിന്റെ ഊഴമായിരുന്നു പിന്നീട്. സ്കൈപ്പ് ഇന്ററാക്റ്റീവ് സംവിധാനം വഴി പ്രമുഖ പാരമ്പര്യ വൈദ്യൻ മോഹനൻ വൈദ്യർ ക്യാൻസറിനെ കുറിച്ച് ഉന്നയിച്ച സംശയങ്ങൾക്ക് ഡോക്ടർ പ്രദീപ് മറുപടി നൽകി.
ക്യാൻസറിനെ കുറിച്ച് നിലവിലുള്ള ധാരണകൾ തകിടം മറിക്കുന്ന അറിവുകളാണ് ഇദ്ദേഹം പങ്കുവച്ചത്. ഈ ജീവികൾക്കും ഈ ജീവാണുക്കൾക്കും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ KP നാരായണൻ അധ്യക്ഷനായി. വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് TV രാജേന്ദ്രൻ, പബ്ലിസിറ്റി ചെയർമാൻ രാജു M നെടുങ്കണ്ട എന്നിവർ സംസാരിച്ചു. നാട്ടുവൈദ്യവും നാട്ടറിവും നാടിന്റെ രക്ഷയ്ക്ക് എന്ന വിഷയത്തിൽ ജനാരോഗ്യ സമ്മേളനവും നടത്തി. KK സുബ്രഹ്മണ്യം, L പങ്കജ. വൈകല്യങ്ങൾ മറന്ന കലാപ്രകടനങ്ങളുമായി ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾ പ്രോത്സാഹിപ്പിച്ചും പ്രചോദനമേകിയും രക്ഷിതാക്കളും കാണികളും. നീലേശ്വരം പ്രത്യാശ ബഡ് സ്കൂൾ വാർഷികാഘോഷമായിരുന്നു വേദി. നടക്കുമ്പോൾ പോലും പിഴച്ചുപോകുന്ന ചുവടുകൾ താളം പിഴക്കാതെ നോക്കി ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾ നൃത്തം അവതരിപ്പിച്ചപ്പോൾ കാണികൾക്ക് വിസ്മയം. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ആനന്ദ കണ്ണീർ. നീലേശ്വരം നഗരസഭയ്ക്കു കീഴിൽ ചിറപ്പുറത്ത് പ്രവർത്തിക്കുന്ന പ്രത്യാശ ബഡ് സ്കൂൾ വാർഷികാഘോഷ പരിപാടികളിലെ കലാപ്രകടനങ്ങളെല്ലാം കാണികൾ നിറഞ്ഞ കൺചിരിയോടെയാണ് കണ്ടിരുന്നത്. NK ബാലകൃഷ്ണൻ പുരസ്കാരം KPCC പ്രസിഡന്റ് VM സുധീരന്. പുരസ്കാര സമർപ്പണം മെയ് 2 നീലേശ്വരത്ത്. പൊതുപ്രവർത്തന രംഗത്തെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് NK സ്മാരകവേദി VM സുധീരന് പുരസ്കാരം നൽകുന്നത്. 11,001 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മെയ് 2 വൈകുന്നേരം 3 മണിക്ക് നീലേശ്വരം ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ പുരസ്കാര വിതരണ ചടങ്ങ് നടക്കും. മുൻ സംസ്ഥാന നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ MLA പുരസ്കാര സമർപ്പണം നടത്തും. സ്പീക്കർ, രാഷ്ട്രീയ പ്രവർത്തകൻ, KPCC പ്രസിഡന്റ് എന്നീ നിലകളിൽ പൊതുപ്രവർത്തന രംഗത്തെ ഊർജ്ജസ്വല പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഇത്തവണ VM സുധീരനെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. നീലേശ്വരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന NK സ്മാരകവേദി NK ബാലകൃഷ്ണന്റെ സ്മരണ നിലനിർത്താൻ എല്ലാ വർഷവും പുരസ്കാരം നൽകി വരുന്നുണ്ട്. അച്ചാനൂർ കണിയാങ്കുണ്ട് ദേവസ്ഥാനം പ്രതിഷ്ഠാദിന മഹോത്സവം തുടങ്ങി. ഗുളികൻ തെയ്യം കെട്ടിയാടിക്കൽ നടന്നു. അജാനൂർ കണിയാങ്കുണ്ട് കാറ്റാടിപ്പറമ്പിൽ നാഗദേവസ്ഥാനത്ത് പ്രതിഷ്ഠാദിന മഹോത്സവവും ഗുളികൻ കെട്ടിയാടലിനും തുടക്കമായി. പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു. ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് ഗുളികൻ തെയ്യവും അരങ്ങിലെത്തി. അനുഗ്രഹം തേടി 100 കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. തിങ്കളാഴ്ച നാഗപ്രതിഷ്ഠാദിന പൂജാകർമ്മങ്ങൾ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിശ്വാസം നേടി. CPMന്റെ അവിശ്വാസ പ്രമേയത്തിന് പരാജയം. BJP വോട്ടുകൾ അസാധുവാക്കി. തലക്ക് മുകളിൽ അപകടം. കാഞ്ഞങ്ങാട് നഗരത്തിൽ ബസ് കാത്തിരിക്കുന്നത് ജീവൻ പണയം വെച്ച്. മഞ്ചേശ്വരത്തെ കൊരക കോളനിയിൽ കുടുംബങ്ങൾ കുടിയൊഴിയുന്നു. അധികൃതരുടെ അനാസ്ഥയെന്ന് പരാതി. ഇലക്ഷൻ ID കാർഡ് പുതുക്കൽ ചെലവേറുമെന്ന് അക്ഷയ കേന്ദ്രം ഉടമകൾ. ഇലക്ഷൻ കമ്മീഷൻ നീതി പാലിക്കണമെന്നും നേതാക്കൾ. ലോക മലമ്പനി ദിനാചരണം വിവിധ പരിപാടികളോടെ ആചരിച്ചു. മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി. KG മാരാറിന്റെ ഓർമ്മ പുതുക്കി BJP പ്രവർത്തകർ. KG മാരാർ അനുസ്മരണം കാഞ്ഞങ്ങാട്ട് നടന്നു. സംഗീതത്തിലലിഞ്ഞ് നവോദയ വിദ്യാലയം. സൗജന്യ അർദ്ധ കർണാട്ടിക് സംഗീത ശില്പശാലയ്ക്ക് സമാപനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.